ഞാൻ സെറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് 3 ടെംപ്ലേറ്റ് നിലവിലുള്ളത് നമ്മൾ പിന്നെ ഇവിടെ അയച്ചിട്ടുണ്ട്. ഒന്ന് ഗ്രേഡ് ഏതാണ് ഈ ഒരു കാണുന്നത്, അതായത് മാർക്കും ഗ്രേഡും ഉള്ളത്, പിന്നെ ഉള്ളത് ഗ്രേഡ് മാത്രം ഉള്ളത്, പിന്നെ പാസോ ഫെയിലും പിന്നെ ഈ ടോട്ടൽ മാർക്ക് മാത്രമുള്ള ഇത്. ഇതിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുക? ഓക്കെ, നമ്മൾ തീരുമാനിക്കുക. തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ നിങ്ങളൊക്കെ തീരുമാനിച്ചതാണ് ഗൂഗിൾ ഫോമിൽ പിന്നെ നമ്മൾ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണോണ്ട് നിങ്ങൾക്ക് തീരുമാനം മാറ്റാനൊക്കെ ഉള്ള അവസരമുണ്ട്. ഇവിടെ കാണാൻ പറ്റും എന്ത് ഗൂഗിൾ ഷീറ്റ് ലിങ്ക്. അതായത് നമ്മൾ 2 തരം ഗൂഗിൾ ഷീറ്റാണ് ഉള്ളത്. ഒന്ന് മാർക്ക് ആൻഡ് ഗ്രേഡ്, മാർക്കും ഗ്രേഡ് ഉള്ളവർക്കും ഗ്രേഡ് ഓൺലി, ഈ രണ്ടിനും ഒറ്റ ഗൂഗിൾ ഷീറ്റാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ പാസ് ഓർ ഫെയിൽ ഓൺലിക്ക് മറ്റൊരു ഗൂഗിൾ ഷീറ്റാണ് ഉണ്ടാവുക. ശ്രദ്ധിക്കണം. അത് ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഗൂഗിൾ ഷീറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ചെയ്യാം. ഇതിൽ പറയുന്നില്ല ഗൂഗിൾ ഷീറ്റിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ഇത് ജസ്റ്റ് സെറ്റ് ചെയ്യണം മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ മാർക്കും ഗ്രേഡും വേണ്ടവരും ഗ്രേഡ് മാത്രം വേണ്ടവരും ഈ ഒരു ലിങ്കാണ് ചൂസ് ചെയ്യേണ്ടത്. ഈ പാസ് ഓർ ഫെയിൽ, അതായത് ഈ മൂന്നാമത്തെ ടൈപ്പ് 3 വേണ്ടവർ ഈ ഒരു ഇതാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അത് ഓപ്പൺ ആക്കുകയാണ്. ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് വ്യത്യസ്ത തരം പിന്നെ ക്രോം ഓപ്പൺ ആക്കിയതുകൊണ്ട് പലതിലും ഓപ്പൺ ആക്കും. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് ഈ ഒരു ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അത് പേസ്റ്റ് ആയി. ശ്രദ്ധിക്കുക, ഇത് നമ്മളുടെ ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഉസ്താദിന്റെ ജിമെയിൽ ആണ്. ഓക്കെ, ആ ഉസ്താദിന് വേണ്ടി ചെയ്തു കൊടുക്കണം. അദ്ദേഹത്തിന്റെ പാസ്വേഡ് വാങ്ങിയിട്ട് ചെയ്തു കൊടുക്കുകയാണ്. ഈ രൂപത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുള്ളൂ. അതായത് പാസ്വേഡ് വാങ്ങിയിട്ട് മാത്രമേ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മദ്രസ ഫയൽ 2026 മാർക്ക് ആൻഡ് ഗ്രേഡ് ടു ഷെയർ. അപ്പൊ അതിന്റെ മുമ്പ് ഉസ്താദിന് ഏതാ വേണ്ടതെന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അലി അക്ബർ. ഓക്കെ, ഉസ്താദിന് മാർക്ക് രണ്ടും, അതായത് ഒന്നാമത്തെ ഫയലാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഫയൽ തന്നെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനത് കോപ്പി ചെയ്യാണ്, മേക്ക് എ കോപ്പി അടിക്കുകയാണ്. ഇതിപ്പം മെയിൻ ഫയലാണ്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, ഫയലിൽ പോവുക, മേക്ക് എ കോപ്പി അടിക്കുക. ഓക്കെ, ഫയലിൽ പോവുക, മേക്ക് എ കോപ്പി അടിക്കുക. എന്നിട്ട് ഉസ്താദിന്റെ മദ്രസയുടെ പേര് കൊടുക്കുക. മദ്രസ പേര് നോക്കട്ടെ, സിറാജുൽ ഉലൂം ചെറുകുളം. ഓക്കെ, സിറാജുൽ ഉലൂം ചെറുകുളം മദ്രസ. പേര് കൊടുക്കുന്നു, മേക്ക് എ കോപ്പി അടിക്കുന്നു. അപ്പോൾ ഈ ഫയൽ, പുതുതായി ഉണ്ടായ ഫയൽ ഇദ്ദേഹത്തിന്റെ ഫയലാണ്. ഈ ഒരു അലി അക്ബർ ഫൈസിയുടെ ഫയലാണ്. ഇത് എക്സൽ ഗുരുവായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മൾ മെയിൻ ഫയൽ ക്ലോസ് ചെയ്യുന്നു. ഇതാണ് ഫയൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്ട്രക്ഷൻ നോക്കാം. ക്രിയേറ്റ് എ കോപ്പി അല്ലേ, നമ്മൾ കോപ്പി എടുത്തു. മൂന്നാമത്തെ ഒന്നാണ് ഗെറ്റ് ദ ID. അതായത് ഇവിടെ ഒരു ID ഉണ്ട്, ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ID ഉണ്ട്. സ്ക്രീൻ കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലെങ്കിൽ പറയണം കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഓക്കെ, അതായത് ഞാൻ അതെങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഞാൻ നേരെ റെക്കോർഡ് ചെയ്തു, പക്ഷെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരിയൂല. അതുകൊണ്ട് സംശയങ്ങൾ തീർന്നിട്ട് അത് ആ റെക്കോർഡ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ഇതിൽ നമ്മൾ ജസ്റ്റ് മുകളിൽ നോക്കാം. ഏറ്റവും മുകളിൽ കാണാൻ പറ്റും ഒരു D കഴിഞ്ഞതിന് ശേഷം D ബാർ കഴിഞ്ഞതിന് ശേഷം ഒരു നമ്പർ കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ജസ്റ്റ് സൂം ചെയ്യാം. ഇത് കാണൂല. ശരി, ഒരു മിനിറ്റ്. ഈ ഒരു ലിങ്കിന് മുകളിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ഡിന്റെ ശേഷം 1 മുതൽ ഒരു എഡിറ്റിന്റെ വരെ, അതായത് ഒരു ഡിയും എഡിറ്റും ഉണ്ടാവും. അതിന്റെ ഇടയിലുള്ള നമ്പർ ഞാൻ സെലക്ട് ചെയ്ത ഭാഗം കാണുന്നുണ്ടോ നിങ്ങൾ? ഒരു ഡി, ഓക്കെ, ഒരു D സ്ലാഷ്, അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പിന്നെ നമ്പേഴ്സും ലെറ്റേഴ്സും ഉണ്ട്, എഡിറ്റ് വരെയുള്ള. അതാണ് സ്പ്രെഡ്ഷീറ്റ് ID എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് ഇവിടെ ഇതിൽ കാണാൻ പറ്റും. ഒരു ഡിന്റെയും എഡിറ്റിന്റെ ഇടയിലുള്ള കാര്യം നമുക്ക് വേണ്ടത്. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു സ്ഥലത്ത് പേസ്റ്റ് ചെയ്യുന്നു. തൽക്കാലം വാട്സാപ്പിൽ പേസ്റ്റ് ചെയ്യാണ്. പേസ്റ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ എടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതിൽ ജസ്റ്റ് മദ്രസിന്റെ പേരൊക്കെ മാറ്റി കൊടുക്കാം. അതിപ്പോ ഞാൻ എൻ്റെ അടുത്ത മദ്രസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. സിറാജുൽ ഉലൂം മദ്രസ.
ചെറുകുളം അഡ്രസ്സൊക്കെ വിശദമായിട്ട് കൊടുക്കുക, എന്തൊക്കെ ചെയ്യാം, അതൊക്കെ നമ്മുടെ താല്പര്യമാണ്, എങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ വേറൊരു വീഡിയോയിൽ പറയാം. തൽക്കാലം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് മാത്രം ആഡ് ചെയ്യാണ്. ഓക്കെ. ഇനി പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സ്ക്രിപ്റ്റ് എന്നുള്ള ഫയൽ തുറക്കണം. അതിന് script.google.com എന്നാണ് അതിൻ്റെ ലിങ്ക്. ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നു, ഇവിടെ തുറക്കുകയാണ്, പുതിയ ടാബ് എടുത്തിട്ട് ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, എൻ്റർ അടിക്കുന്നു. അപ്പോൾ സ്ക്രിപ്റ്റിന്റെ ഫയൽ ഓപ്പൺ ആയി വരും. ജസ്റ്റ് നോക്കാം, script.google.com ആണ്. ഓക്കെ ഓക്കെ വന്നു. ഓക്കെ, ഇതിലിപ്പോൾ ഒരു പ്രൊജക്റ്റും ഇല്ല, ഒരു പ്രൊജക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും മിക്ക ആളുകൾക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതേസമയം പിന്നെ എൻ്റെ ഒരു എക്സൽ ഗുരുവിൽ ഒരുപാട് ഫയലുകൾ ഉണ്ട്, ജസ്റ്റ് കാണിച്ചു തരാം. സ്ക്രിപ്റ്റ് കാണാൻ പറ്റും, ഒരുപാട് ഫയലുകൾ ഉണ്ട്. ഇത് പല മദ്രസക്ക് ചെയ്തു കൊടുത്തതാണ്. ഇതൊക്കെ ഒരുമിച്ച് ഒരു സമയത്ത് ഓടിയാൽ ഈ ഇതിനെ ലിമിറ്റ് കഴിയും. ഈ ആപ്പ് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് കഴിഞ്ഞാൽ ക്രാഷ് ആവും, പിന്നെ ആർക്കൊന്നും കിട്ടൂല, അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്വന്തം ജിമെയിൽ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ക്ലിയർ ആണ് വിചാരിക്കണം. ഓക്കെ, ഇനി ഇത് തുറന്നിട്ട് എന്ത് ചെയ്യുക, ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. ന്യൂ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൽ ഈ സ്ക്രിപ്റ്റിൽ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെ വരും, ഓക്കെ, ലിങ്ക് വരും. യെസ്, ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇതിൽ ഒരു ഫയൽ ഉണ്ട്, കോഡ് JS എന്നുണ്ടല്ലോ. വേണമെങ്കിൽ നമുക്ക് ഇതിന് പേര് കൊടുക്കാം കേട്ടോ. ഇവിടെ അൺടൈറ്റിൽ പ്രോജക്റ്റ് എന്നുള്ള പേര് കൊടുക്കാം. എന്താണ്, മദ്രസ റിസൾട്ട് പേര് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്താ പറയുന്നത്, വേർഡിൽ എന്ത് പറയുന്നു, എന്നിട്ട് റീനെയിം ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഇതിൽ 3 ഫയൽ ഉണ്ടാക്കണം. ഈ ഒരു പിന്നെ സ്ക്രിപ്റ്റിൽ 3 ഫയൽ ഉണ്ടാക്കണം. ഒന്നാമത്തെ കോഡ് JS ആണ്. ഇവിടെ പറയുന്നുണ്ട് കോഡ് JS, ഹോം HTML, റിസൾട്ട് HTML ആണ്. അപ്പോൾ ഒന്ന് കോഡ് JS ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ഉണ്ടാക്കാം. എന്ത്, HTML സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഒന്നുകൂടി ചെയ്യാട്ടോ. ഡിലീറ്റ് അടിക്കുന്നു. എങ്ങനെ ചെയ്യാം, ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ HTML വരും. നമുക്ക് HTML ഫയൽ വേണ്ട, HTML ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഹോം ടൈപ്പ് ചെയ്യുക. ശ്രദ്ധിക്കണം, H ക്യാപിറ്റൽ ആയിരിക്കൽ നിർബന്ധമാണ്. ഓക്കെ, ഹോം HTML. സോറി, ഒരു മിസ്റ്റേക്ക്. റീനെയിം ചെയ്യുന്നു. HTML വേണ്ട, ഹോം മാത്രം മതി കേട്ടോ. ഹോം. ഓക്കെ, ഹോം HTML വന്നു. എന്നിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കണം അതേപോലെ. എന്താ ഉണ്ടാക്കേണ്ടത്, റിസൾട്ട് HTML. ഓക്കെ, ഇവിടെ വരുന്നു, HTML സെലക്ട് ചെയ്യുന്നു, റിസൾട്ട് HTML. നമ്മൾ 2 വിൻഡോ ഉള്ളത് അല്ലേ. ഒന്ന് എന്ന് പറഞ്ഞാൽ ഹോം പേജ്, ലോഗിൻ ഒക്കെ ചോദിക്കുന്ന ഹോം പേജ്. രണ്ടാമത്തേത് റിസൾട്ടിന്റെ പേജ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറച്ച് കോഡ് ഉണ്ട്, അത് ജസ്റ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ ഇതുവരെ പറഞ്ഞത്? എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ക്ലിയർ അല്ലേ? ക്ലിയർ, ലൈക്ക് അടിച്ചാൽ മതി. ഹലോ, യെസ്. ഇനി നമ്മൾ എന്താ പറയുന്നത്, അടുത്ത് നമുക്ക് വേണ്ടത് ഇതിന്റെ കോഡ് കോപ്പി ചെയ്യണം. എവിടുന്നാ കോഡ് കോപ്പി ചെയ്യാം? കോഡ് എവിടെ ഉണ്ട്? കോഡ് നമ്മുടെ വാട്സപ്പ് ചാനലിലുണ്ട്. ഇവിടെ വാട്സപ്പ് ചാനൽ എടുക്കാം. വാട്സപ്പ് ചാനൽ. ഓക്കെ, ഇതിൽ ഇവിടെ കോഡ് ലിങ്ക്സ് കാണാൻ പറ്റും. അപ്പോൾ 3 തരം കോഡാണ് ഉള്ളത്. നമ്മൾ നേരത്തെ 2 ഗൂഗിൾ ഷീറ്റ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതായത് ഗ്രേഡ് ഓൺലിക്കും മാർക്ക് ആൻഡ് ഗ്രേഡിനും ഒറ്റ ഗൂഗിൾ ഷീറ്റ് ആണെങ്കിൽ 3ന് 3 കോഡ് ഫയൽ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതൊരു എന്താണ്, ഗൂഗിൾ ഡോക്സ് ആണ്, അതിലാണ് കോഡ് ഉണ്ടാവുക. അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ട മാർക്ക് ആൻഡ് ഗ്രേഡ് എന്നുള്ളതാണ് മെയിൻ ആണ്, ഒന്നാമത്തെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, അത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ആയി, കാണാൻ പറ്റും. ഇത് ഓപ്പൺ ആയാൽ ജസ്റ്റ് ശ്രദ്ധിക്കുക, ഇവിടെ വെരിഫൈ ചെയ്യുക, മദ്രസ റിസൾട്ട്, മാർക്ക് ആൻഡ് ഗ്രേഡ്, കോഡ്സ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്, കോഡ് ഉണ്ട്. 3 കോഡ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. കോഡ് JS, ഹോം HTML, റിസൾട്ട് HTML. കോഡ് JSന്റെ കോഡ് എന്ത് ചെയ്യും, നമ്മൾ കോപ്പി ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്താൽ മതി, Ctrl+A അടിച്ചാൽ മതി അല്ലേ, അറിയാം, എല്ലാവർക്കും അറിയാം. Ctrl+A, Ctrl+C കോപ്പി ചെയ്യാം. എന്നിട്ട് ഇവിടെ വരിക, കോഡ് JS വന്നിട്ട് പേസ്റ്റ് ചെയ്യാം. അതേപോലെ ഹോമിൽ വരിക, ഹോം എടുക്കുക, ഇവിടെ ഹോം എടുക്കുക, ഈ ഹോമത്തെ കോഡ് Ctrl+A, Ctrl+C കോപ്പി ചെയ്യുക, ഇവിടെ വരിക, പേസ്റ്റ് ചെയ്യുക. സോറി, ഇവിടെ റീനെയിം ചെയ്യാം. ഓക്കെ, ഇനി റിസൾട്ട് HTML വരിക,
എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ റിസൾട്ടിൻ്റെ കോഡ് സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അത് പണി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. കോഡ് കോപ്പി ചെയ്തു, കോഡ് കോപ്പി ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം? ഇപ്പം ഇത് കോഡായി, ഇത് കോഡായിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഗൂഗിൾ ഷീറ്റിൽ ചെയ്തിട്ടില്ല. ശ്രദ്ധിക്കണേ, ഇത് കോഡായിട്ടുണ്ട്, ഇത് ഗൂഗിൾ ഷീറ്റിലേക്ക് ലിങ്ക് ചെയ്തിട്ടില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ലിങ്ക് ചെയ്യാൻ നമ്മൾക്ക് വേണ്ട എന്താണ്? നേരത്തെ പറഞ്ഞ ID പേസ്റ്റ് ചെയ്യണം. എവിടെ പേസ്റ്റ് ചെയ്യണം? കോഡ് JSൽ ഏറ്റവും ടോപ്പിലൂടെ കാണാൻ പറ്റും സ്പ്രെഡ്ഷീറ്റ് ID. യെസ്, ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ നേരത്തെ വാട്സപ്പിൽ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഞാൻ ഒന്നുകൂടെ കോപ്പി ചെയ്യാണ്, അവിടെ നിന്ന് എടുക്കുന്നില്ല. എവിടെ സ്പ്രെഡ്ഷീറ്റ് ID ഉണ്ടാവുക? ഇവിടെയാണ്. ഈ ഡീൻ്റെയും എഡിറ്റിൻ്റെയും ഇടയിൽ, D/ൻ്റെയും /editൻ്റെയും ഇടയിലുള്ള ഈ ID കോപ്പി ചെയ്യുക, Ctrl+C അടിക്കുക, ഇവിടെ വരിക, ഈ രണ്ടിൻ്റെ ഇടയിൽ മൗസ് കേഴ്സർ വെക്കുക, ദെൻ പേസ്റ്റ്. ഓക്കെ, പേസ്റ്റ് ചെയ്യുക. ബസ് ഇനി Ctrl+S സേവ് ചെയ്യാം. ഇത് Ctrl+S അടിച്ചാൽ ഇതൊക്കെ സേവ് ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ സേവ് ആയി. അപ്പോൾ നമ്മൾ ഫയൽ ചെയ്തു. അപ്പോൾ പണി കഴിഞ്ഞു, പണി കഴിഞ്ഞു എന്നർത്ഥം. ഇനി ഡിപ്ലോയ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് നോക്കാം, നമ്മൾ അല്ലേ അവസാന സ്റ്റെപ്പ് എന്താണ്? ഡിപ്ലോയ് ആണ്. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇത് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് കാണിക്കാം. ഇവിടെ വരുന്നു, ഡിപ്ലോയ് ചെയ്യാണ്. ഡിപ്ലോയ് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് ന്യൂ ഡിപ്ലോയ്മെന്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിത് വേണ്ട ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അവിടെ വെബ് ആപ്പ് എന്ന് സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കണം, വെബ് ആപ്പാണ്. വെബ് ആപ്പ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ വേണമെന്നില്ല, ജസ്റ്റ് കൊടുക്കുന്നു, ഓപ്ഷണലാണ്. റിസൾട്ട് ഫയൽ. ഓക്കെ, എന്നിട്ട് മീ തന്നെ കൊടുക്കണം കേട്ടോ. ഇത് നമ്മുടെ മെയിൽ ഇവിടെ വരും, അവിടെ മീ തന്നെ കൊടുക്കുക. ഈ ഓൺലി മൈസെൽഫ് എന്നുണ്ടാവുക, അത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? എനിവൺ ആക്കണം. ശ്രദ്ധിക്കണേ, എനിവൺ ആക്കണം. കാരണം ഇത് ആർക്ക് ആക്സസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ ലിങ്ക് തുറക്കണമെന്നുണ്ടെങ്കിൽ എനിവൺ കൊടുക്കുക, എന്നിട്ട് ഡിപ്ലോയ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഓതറൈസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഗൂഗിൾ ഷീറ്റ് പിന്നെ ഈ ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് ഓതറൈസ് ആക്സസ് കൊടുക്കുകയാണ്. അതായത് ഗൂഗിൾ ഷീറ്റിന്റെ ഫയലിലേക്ക് ഓതറൈസ് ആക്സസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളത് അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ ആദ്യം ഇത് ഓക്കെ 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 ഒരു മിനിറ്റ്, അദ്ദേഹത്തോട് വിളിക്കേണ്ടി വരും. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ. ഹലോ, നിങ്ങളെ ഫോണിൽ 59 ഒരിക്കൽ കൂടി നോക്കിട്ടോ. 59. ആ ഓക്കെ 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 ശരി, താങ്ക് യു. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ എങ്ങനെ പറയാം? ഇവിടെ എന്താണ് അലേർട്ട് കാണിക്കും, സെൻസിറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പൊ അഡ്വാൻസ്ഡ് കൊടുക്കുക. അത് അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്യാം. താഴെ ഈ അൺസേഫിൽ ക്ലിക്ക് ചെയ്യാം. ഗോ ടു മദ്രസ റിസൾട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് സെലക്ട് ആൾ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, സെലക്ട് ആൾ ചിലപ്പോൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നേരെ കണ്ടിന്യൂ കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ പണി കഴിഞ്ഞു, ലിങ്കായി. ഇതാണ് ലിങ്ക്. ഈ വെബ് ഡിപ്ലോയ്മെന്റ് ID അല്ല, വെബ് ആപ്പിൻ്റെതാണ്. ഇത് കോപ്പി ചെയ്യാം, എന്നിട്ട് നമുക്ക് കുട്ടികൾക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്താൽ ലിങ്ക് ഓപ്പൺ ആക്കിയാൽ ഇങ്ങനെ വരും. ഓക്കെ, സിറാജുൽ മദ്രസ ചെറുപ്പുള്ള മാനുവൽ എക്സാം നമ്മൾ കൊടുത്തത് എന്താണ് ഇവിടെ കൊടുത്തത് അത് ഇവിടെ വരും. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. ക്ലാസ് 5 സെലക്ട് ചെയ്യുന്നു, 5 മാത്രമാണ് ഉള്ളത്. അഡ്മിഷൻ നമ്പർ കൊടുത്തു നോക്കാം. ഡേറ്റ് 27-ാം തീയതിയാണ് സെറ്റ് ചെയ്തല്ലേ. ഓക്കെ, ചെക്ക് റിസൾട്ട് കൊടുത്തു നോക്കാം. സോറി, ഒരു എറർ ഉണ്ട്, ഒരു മിനിറ്റ്. റിസൾട്ട് എന്ന് പറഞ്ഞ ഫയൽ കാണില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. 2 ഡോട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? കാണുന്നുണ്ടോ? നമ്മൾ ടൈപ്പ് ചെയ്ത് 2 ഡോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, റിസൾട്ട് മാത്രമേ പാടുള്ളൂ, റിസൾട്ട്. ഓക്കെ, അപ്പോൾ അതാണ് മിസ്റ്റേക്ക് പറ്റിയത്. ഇതൊന്നുകൂടി സേവ് ചെയ്യാം. ഒരു
മാറ്റങ്ങൾ വരുത്തിയാൽ എന്ത് ചെയ്യണം? ഒന്നുകൂടി ഡിപ്ലോയ്മെന്റ് ചെയ്യണം, ഒന്നുകൂടി ഡിപ്ലോയ് ചെയ്യണം. ഇനി ഡിപ്ലോയ്മെന്റ് കൊടുക്കുക, ഒന്നുകൂടെ നമ്മളൊന്ന് ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ പ്രാവശ്യം ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കാണിക്കൂല, പിന്നെ ആക്സസ് പിന്നെ ഓതറൈസ് ചെയ്യാൻ പറയില്ല. ഓക്കെ, നേരെ ലിങ്ക് വന്നു, ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നു, 5ാം ക്ലാസ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ? യെസ് 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 യെസ്. അപ്പൊ സ്വന്തമായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇൻഷാല്ലാ അതിന്റെ പിന്നെ റെക്കോർഡ് ഞാൻ ഗ്രൂപ്പിൽ പിന്നെ സോറി നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും ഇൻഷാല്ലാ. അപ്പോൾ സംശയം ഉണ്ടാവും, അതെടുത്ത് കണ്ടുനോക്കുക. ഇതിൽ ഈ ഒരു മീറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവരും അതെടുത്ത് കണ്ടുനോക്കുക. പ്രിന്റ് റിസൾട്ട് അടിച്ചാൽ റിസൾട്ട് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. മൊബൈലിലായിട്ട് കുറച്ചുകൂടി വൃത്തിയായിട്ട് കമ്പ്യൂട്ടറിൽ പ്രിന്റ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ മാറ്റം എന്ത് നോക്കും, എന്ത് ചെയ്യാം, മാറ്റാം. ഇതിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഇൻഷാല്ലാ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുക. കാരണം അത് കമ്പ്യൂട്ടർ സ്വയം ചെയ്യുന്നവർക്ക് മാത്രമല്ല വേണ്ടത്, അല്ലാതെ എല്ലാവർക്കും ഉള്ള ഒരു വീഡിയോ ആയിരിക്കും ഇൻഷാല്ലാ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ ഇപ്പൊ ഒന്ന് പറയാൽ നന്നാവും ഇൻഷാല്ലാ. എനിക്ക് എന്റെ വീഡിയോ ഇടയ്ക്ക് വെച്ചൊന്ന് കട്ടായി പോയി, വോയിസ് കട്ടായി പോയി. ഓക്കെ, അപ്പോ തുടക്കത്തില് എക്സൽ ഷീറ്റില് ഡി കഴിഞ്ഞിട്ട് ഡി ബാർ കഴിഞ്ഞിട്ട് പിന്നെ എന്തോന്ന് പറഞ്ഞല്ലോ, അതിനുശേഷം പിന്നെ ഒന്നും കേട്ടില്ല. തുടക്കത്തിലാണ് അത് ഡി മുതൽ എക്സൽ ഷീറ്റില്, പിന്നെ മറ്റാ ഡി മുതൽ എഡിറ്റ് വരെയാണ്. ഒരു ഡി സ്ലാഷ് കാണാൻ പറ്റും, പിന്നെ എഡിറ്റ് സ്ലാഷ് എഡിറ്റും ഉണ്ടാവും. അതിന്റെ ഇടയിലുള്ളതാണ് സ്പ്രെഡ്ഷീറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. അതിന്റെ ഇടയിലുള്ളതാണ് എന്ത് യുണീക്ക് ആയിട്ടുള്ള വാല്യൂ. അത് കോപ്പി ചെയ്യാന്നുള്ളതാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ? അതിന്റെ ശേഷം വേറെ ഏതൊരു പേജിലേക്ക് പോയല്ലോ, അത് എനിക്ക് കിട്ടിയിട്ടില്ല. അതിന് ശേഷം ഒന്നുമില്ല, അത് കോപ്പി ഉണ്ടാക്കുക, എന്നിട്ട് നമ്മുടെ കോഡിന്റെ ഫയൽ ഓപ്പൺ ആക്കുക. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടാൽ മതിയാവും. ഇൻഷാല്ലാ റെക്കോർഡ് ഫുൾ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് പറയാം. അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ്, നമ്മുടെ ഗൂഗിൾ ഷീറ്റിന്റെ കോപ്പി ഉണ്ടാക്കുക. രണ്ടാമത് ചെയ്യേണ്ട എന്താണ്, script.google.com എന്നുള്ള ഫയൽ ഓപ്പൺ ആക്കുക. അതാണ് നമ്മൾ ഈ ഓപ്പൺ ആക്കിയിരിക്കുന്ന ഈ കാണുന്നത്. ഇതിൽ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതിൽ code.js, home HTML, result HTML പറഞ്ഞിട്ട് 3 ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇതിലൊക്കെ നമുക്ക് കോഡ് വേണം. ആ കോഡ് നമുക്ക് എവിടെ കിട്ടും? നമ്മുടെ വാട്സപ്പ് ചാനലിൽ എന്തുണ്ട്, കോഡ് ലിങ്ക്സ് പറഞ്ഞിട്ട് നമുക്ക് വേണ്ട ടൈപ്പിന്റെ 3ന്റെയും കോഡ് കൊടുത്തിട്ടുണ്ട്. അത് ഗൂഗിൾ ഡോക്സ് ഫയൽ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ ഗൂഗിൾ ഡോക്സ് ഫയലിൽ പോയാൽ ഇങ്ങനെ കാണാൻ പറ്റും, code.js, home HTML, result HTML 3 പിന്നെ കോഡ് ഫയൽ കാണാൻ പറ്റും. ഇതെന്ത് ചെയ്യുക, നമ്മൾ കോപ്പി ചെയ്യുക, എന്നിട്ട് അതേപോലെ കോപ്പി ചെയ്യുക, ഒന്നും മാറ്റണ്ട. എന്നിട്ട് നമ്മുടെ ഈ ഒരു സ്ക്രിപ്റ്റിൽ ഒന്നിട്ട് പേസ്റ്റ് ചെയ്യാം, അതത് ഫയലുകൾ ഒന്നിട്ട് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഏറ്റവും മുകളിൽ സ്പ്രെഡ്ഷീറ്റ് ഐ ഡി എന്നുണ്ടാവും, അവിടെ നമ്മുടെ ഈ ലിങ്കിന് സ്പ്രെഡ്ഷീറ്റ് വന്നിട്ട് പേസ്റ്റ് ചെയ്യാം. പിന്നെ ഡിപ്ലോയ് ചെയ്യാം. അത്ര മാത്രമാണുള്ളത്. ഡിപ്ലോയ് ചെയ്യുമ്പോൾ അത് വെബ് ആപ്പ് ആയിട്ട് ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഉള്ളത് ഒഴിവാക്കണോ? അത് ഒഴിവാക്കണം, അത് നിർബന്ധമാണ്. പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഉള്ളത് നിർബന്ധമായിട്ട് ഒഴിവാക്കണം. നമ്മൾ ഒഴിവാക്കിയിരുന്നല്ലോ അല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം ഇത് ബാക്കിയുള്ളവർക്കും ഇത് കണ്ട് ചെയ്യാനുള്ളതാണ്. ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഈ ഒരു ഇത് പ്രകാരം നമ്മുടെ ഒരു കാണിച്ചാൽ നമ്മുടെ 260 റെസ്പോൺസ് ഉണ്ട്. ഇതിൽ ഏകദേശം ഒരുപാട് ആളുകളുടെ കയ്യിൽ കമ്പ്യൂട്ടർ ഉണ്ട്. 113 ആളുകളുടെ കയ്യിൽ കമ്പ്യൂട്ടർ ഉണ്ട്. ചിലപ്പോൾ ഇതിലുള്ള ആളുകൾക്ക് കമ്പ്യൂട്ടർ ഉണ്ടാവും, അവരുടെ സ്വന്തമായിട്ടല്ല ഇരിക്കുന്നുള്ളൂ. അത് അധികം ആളുകൾ സ്വന്തം ചെയ്യണം. അതുകൊണ്ടാണ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി പറയുന്നത്. ഇല്ലാത്ത സംശയം ഉണ്ടാക്കി ചോദിച്ചാലും നന്നാവും. ഓക്കെ, ഈ സ്ക്രിപ്റ്റ് നമുക്ക് എവിടെ എക്സ്റ്റൻഷൻ അവിടെ തന്നെ പോയിക്കൂടെ?
അത് നല്ലൊരു ചോദ്യമാണ്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് അപ്പൊ അത് ആ ഒരു പിന്നെ ഗൂഗിൾ ഷീറ്റ് മേലെ കെട്ടിയിട്ട മതി ഉണ്ടാവും. നമ്മളത് കോപ്പി നമ്മൾ പിന്നെ ഇതിൽ കുറെ കാര്യങ്ങൾ ചെയ്ത് പിന്നെ അത് നമ്മൾ കോപ്പി എടുക്കുമ്പോഴും ആ കെട്ട് അവിടെ തന്നെ ബാക്കിയുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് എത്ര കോപ്പി എടുത്താലും ആ ഒരു എക്സലായി ലിങ്ക് ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ ചെയ്യണതാണ്. ഓക്കെ, പിന്നെ നമുക്ക് വേറെ ആൾക്ക് ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ ഏറ്റവും സുഖം നമ്മൾ ഒന്നൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഓക്കെയാണ്, ഒരുപാട് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഓക്കെ ഓക്കെ, പിന്നെ എന്തെങ്കിലും ഉണ്ടോ വേറെ? ഇൻഷാ അള്ളാ ഞാൻ ഈ ഒരു സ്ക്രിപ്റ്റിൽ ഇതിപ്പോ നിങ്ങൾ ജസ്റ്റ് കോപ്പി ഇതിൽ അറിയുന്ന ആളുകളുണ്ടാവും, ഒരുപാട് ആളുകളുണ്ടാവും. അതേസമയം ഇത് കോപ്പി പേസ്റ്റ് അടിക്കണ പണി മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ നമുക്ക് വേണ്ട രൂപത്തിൽ നമുക്കൊരു ആപ്പ് വേണം, വെബ് ആപ്പ് വേണം, അതെങ്ങനെ ഉണ്ടാക്കാം, ഏത് രൂപത്തിൽ സെറ്റ് ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇൻഷാ അള്ളാ ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ അപ്ഡേറ്റ്സ് നമ്മുടെ ഗ്രൂപ്പിൽ ഇൻഷാ അള്ളാ അറിയിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ കൂടുതൽ ഇതിൽ ഇൻവോൾവ് ആയിട്ടില്ല, പക്ഷെ അതിന് ബേസിക് സാധനങ്ങൾ ഒന്ന് രണ്ടെണ്ണം പറയാം. സ്റ്റെപ്പ് ഫസ്റ്റ് ഒരു പിന്നെ ഹെൽപ്പ് ഫയൽ വന്നല്ലോ, അത് എവിടുന്ന് കിട്ടിയതാ? ഹെൽപ്പ് ഫയൽ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നതാണോ? ഹെൽപ്പ് ഫയലോ? കേൾക്കണില്ല. കഴിഞ്ഞ ഇന്നലെ എടുത്ത റുട്ടീന് ഫയലാണ്. സ്റ്റെപ്പ് ആയി ചെയ്യുന്ന വേർഡ് അല്ലേ ഇത്? ഞാൻ ഇതിന്റെ PDF ഇൻഷാ അള്ളാ അപ്ലോഡ് ചെയ്യും. അതേപോലെ പിന്നെ ഫസ്റ്റ് നമ്മള് ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് തയ്യാറാക്കുന്ന രൂപം പിന്നെ ക്ലാസ് പിന്നെ വേറെ തരുന്നാണോ പറഞ്ഞത്? അത് കാരണം അതിപ്പോ നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യുന്നവർക്ക് മാത്രമല്ല, സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടതാണ്. അതുകൊണ്ട് അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചർച്ച ചെയ്യും. ഇനി അടുത്തൊരു ചോദ്യം എന്താ വെച്ചാല്, കമ്പ്യൂട്ടർ പിന്നെ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷമുള്ള സംഗതിയാണ് ഇപ്പൊ അതിന്റെ പിന്നെ ലിങ്ക് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ? അതായത് നമ്മളിപ്പോ ചെയ്യണം എന്താന്ന് വെച്ചാല്, നമ്മൾ വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വെബ് ആപ്ലിക്കേഷൻ എന്തോ ഡാറ്റ വേണം. ആ ഡാറ്റ എടുക്കുന്നത് ഗൂഗിൾ ഷീറ്റിൽ നിന്നാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഗൂഗിൾ ഷീറ്റിൽ ഡാറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗൂഗിൾ ഷീറ്റിന്റെ ഐഡി ഇവിടെ കൊടുക്കുന്നു. അപ്പൊ ഈ ഷീറ്റിൽ പോയിട്ട് ഇത് ഡാറ്റ എടുക്കുന്നു. അതാണ് സംഭവം. ഇത് നമുക്ക് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാം. ഇത് ഫുള്ള് സെറ്റ് ആയതിനു ശേഷം ഇത് ചെയ്യാവൂന്നില്ല. ഇനി ഇത് ഫുള്ള് മാറ്റം പറ്റാനൊന്നും പ്രശ്നമല്ല. ഇപ്പൊ ഇതില് കൊടുത്ത കണക്കൊക്കെ ജസ്റ്റ് പിന്നെ നമ്മള് പിന്നെ ഇതിന് ഡെമോ ആയിട്ട് കൊടുത്ത കണക്കുകളാണ്. നമുക്ക് പിന്നെ ജസ്റ്റ് ഇന്ന ഇത്ര കണക്ക് ഒന്ന് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അപ്പൊ മാറ്റം വരുത്തിയാൽ ആ റിസൾട്ടിൽ മാറ്റം വരും. മൊത്തം മാറ്റം വരുത്താം, ഇതിൽ മൊത്തം മാറ്റം വരുത്താം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് വീണ്ടും ഡിപ്ലോയ് ചെയ്യണമെന്ന്. അത് ഇതിലാണ്, കോഡിലാണ്. ഓക്കെ, ഈ സ്ക്രിപ്റ്റിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയാൽ അത് സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പുതുതായി ഡിപ്ലോയ് ചെയ്യണം, ഈ എറർ പറ്റിയാൽ. അല്ലാതെ ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം. അതേസമയം കോളം ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. അത് ഇൻഷാ അള്ളാ നമ്മൾ മറ്റൊരു പറയാം ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാ, കമ്പ്യൂട്ടറുള്ള ആളുകൾ ഇൻഷാ അള്ളാ ഇതിന്റെ ലിങ്ക് നമ്മളെ ചാനലിലുണ്ട്, പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് നോക്കുക. ഇതിന്റെ അപ്ഡേറ്റ്സ് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുക ഇൻഷാ അള്ളാ. അപ്പോൾ അതിൻ്റെ ചെയ്യല്ലേ? വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാം ഇൻഷാ അള്ളാ. ഓക്കെ.